ചിന്നപ്പത്തേവരുടെ കാല് പിടിച്ച് പറഞ്ഞതാ, പോകല്ലേ മാഡം, പോകല്ലേ മാഡം എന്ന്. ചിന്നപ്പത്തേവരോ? ആരാ, മാടക്കടക്കാരനായിരുന്നു? അയ്യോ അല്ല, എന്റെ ഒടുവിലത്തെ മുതലാളി. ഓ, ഞാൻ എന്റെ മകനെ, അവന്റെ ഭാര്യയെ, അവരുടെ ബന്ധുക്കളെയും കാണാനാ ഓടിപ്പിടിച്ച് വന്നത്. വല്ല കാര്യം ഉണ്ടായിരുന്നോ? എനിക്ക് ഇറച്ചി മീനും ഇല്ലാത്ത ആഹാരം വേണ്ട. എന്താ രാജുന് വേണ്ടി ഞാൻ ഉണ്ടാക്കിയതാ. രാജുന് കപ്പയും മീനും ഭയങ്കര ഇഷ്ടമാണെന്ന് എനിക്കറിയാം. എനിക്കോ? കപ്പയും മീനുമാണോ? ആ അതെ. നട്ടാരുകുന്നില് ഞങ്ങൾക്കൊരു 3 ഏക്കർ പറമ്പുണ്ട്. ഒരു കൂട്ടർക്ക് ചീനി നടാനായിട്ട് ഞങ്ങൾ പാട്ടത്തിന് കൊടുത്തിരിക്കുക. അവര് കൊണ്ടുവന്ന് കപ്പയാ. അല്ല, ഇത് രാജുവിന് മാത്രമല്ല, എല്ലാവർക്കും ഉള്ളതാ. എല്ലാവർക്കും കഴിക്കാം. രാജു കഴിക്കേ. എനിക്കിപ്പോ വേണ്ട. അതെന്താ രാജു? ഞാനിത് രാജുവിന് വേണ്ടി ഉണ്ടാക്കിയതല്ലേ. കഴിക്ക് രാജു. എനിക്കിപ്പോ വേണ്ടെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. അത് ശരി. അപ്പൊ ഇപ്പൊ കപ്പയും മീൻകറിയും തമ്മിലാണ് പ്രേമം. നടക്കട്ടെ. അളിയന്റെ അമ്മ കഴിക്ക്. എന്നാ ഇങ്ങോട്ട് താ. കപ്പ എങ്കിൽ കപ്പ. ഗതികേട് വന്നാ പുലി പുല്ലും തിന്നും. ഇങ്ങോട്ട് താ. നിനക്ക് വേണോടാ? ഓ, വേണോ? എനിക്ക് വേണ്ട, ഞാൻ ഈ ചപ്പാത്തി കഴിച്ചോളാം. എന്നാ പിന്നെ ഇനിയിപ്പൊ ഞാൻ കഴിച്ചോളാം. കൊള്ളാം. മോൾ ഇവിടെ ഇല്ലാത്തതിന്റെ ഒരു കുറവ് ഇവിടെ കാണാനുണ്ട്. നാളെ തന്നെ നിങ്ങൾ ഹോസ്റ്റലിൽ പോയി ഐശുവിനെ വിളിച്ചോണ്ട് വരണം. നിന്നോടാ ഞാൻ പറഞ്ഞേ. ഐശുവിനെ ഇപ്പൊ കൊണ്ടുവരാൻ പറ്റില്ല. അത് നീയാണോ തീരുമാനിക്കുന്നത്? അതെ, ഞാൻ തന്നെ. നിന്റെ അഹങ്കാരം ഒരു ദിവസം ഞാൻ അവസാനിപ്പിക്കൂടി. അതിന് തന്നെ ഞാൻ ഇങ്ങോട്ട് വന്നത്. അകലേ നോവിനാലേ